കുറച്ച് തൈ ഇരിപ്പുണ്ട് വാനേ. മഴയില്ലാത്തപ്പോഴേ, എന്നും മഴയല്ലേ, ഇപ്പം ഇച്ചിരി തോർച്ചുണ്ടല്ലോ. ഇവിടെ ഒരു 5-6 കുഴിച്ച് വെക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ചുമ്മാ ഇരിക്കുന്ന നേരത്തിന് ഒരു 5-6 കുറച്ച് ചീരത്തൈ ഇരിപ്പുണ്ട്. പൊന്നാങ്കണ്ണി, പിന്നെ കുറച്ച് തക്കാളിയും ഒക്കെ ഇരിപ്പുണ്ട്. ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു കുറേശ്ശെ ഒരു 2-3 ചോട് വെക്കുവാണെങ്കിൽ ഇതുപോലെ കായ്ച്ച് നിൽക്കും. കാണാൻ നല്ല രസമില്ലേ? ആവശ്യമുണ്ട് പറിക്കാം. ഇതൊരു ദിവസം മടുത്തിരുന്നപ്പോഴല്ല, ചുമ്മാ ഇരുന്നപ്പോൾ നേരം പോക്കിന് ഇറങ്ങി നട്ടു വെച്ചതാണ്. ഇതിനോട് ചേർന്നൊരു വഴുതന ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നമ്മൾ പാവലായിട്ടത് കേട്ടോ. എത്ര നാളാ പാവൽ കിടന്നോന്ന് വെച്ചാൽ ഒന്നും പറയണ്ട. അതിൻ്റെ വള്ളി ഇത് പറിച്ച് ഇപ്പോഴാണ് ഞാനത് കളഞ്ഞത്. ചീഞ്ഞിട്ടും ആർത്തങ്ങ് കയറി കിടക്കുമായിരുന്നു കേട്ടോ. കുറേ കായും ഉണ്ടായി, കുറേയൊക്കെ കേടായിപ്പോയി. കേടാകാൻ കാരണം നമ്മൾ മരുന്നൊന്നും അടിക്കുന്നില്ല, ഉണ്ടാകുന്ന മതി. നല്ലത് കിട്ടുന്നത് ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. മരുന്നടിച്ച് വലിയ ഒറ്റ എണ്ണം പോകാണ്ട് കിട്ടണമെന്നുള്ള കാഴ്ചപ്പാടൊന്നുമില്ല. അതൊക്കെയാണ് നമ്മുടെ പരിധി. ഇത് കണ്ടോ, ഇത് ഒരു മാവും തൈയാണേ. തന്നെ മുളച്ചതാണോ നട്ടതാണോ എന്നൊന്നും ഒരു ഓർമ്മ പോലില്ല. ഇതുപോലെയുള്ള ഒരു മാവ് മുളച്ചിട്ടുണ്ടല്ലോ. നട്ടതായിരിക്കില്ല, കഴിച്ചിട്ട് ഇങ്ങോട്ടല്ലേ എറിയുന്നേ. അങ്ങനെയായിരിക്കും. പക്ഷേ ചിലപ്പോൾ അത് നല്ലൊരു ഇനത്തിൻ്റെ ആണോന്ന് ഓർത്ത് ഞാനിത് കളയാൻ തോന്നുന്നില്ല അല്ലേ. ഇവിടെ ഒരു മാവേല് മാങ്ങയായിട്ട് 2 മാങ്ങയായിട്ട് നിൽപ്പുണ്ടേ. ആ മാവെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാണ്ട് നിർത്തിയിരുന്നു. അതിൻ്റെ ചോട്ടിൽ ഒരു കൊടിയുള്ളത് കൊണ്ട് ഞാനത് വെട്ടിക്കളയാണ്ട് നിർത്തി കേട്ടോ. അപ്പോൾ ഒരു കൊടി കയറുന്ന ഒരു മാവ് വെട്ടാനായിട്ട് പല പ്രാവശ്യം ഇറങ്ങിയതാണ്. പക്ഷേ ആ കൊടി ഉള്ളതുകൊണ്ട് ഞാൻ ആ മാവ് വെട്ടിയില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ അതിന് കൊക്കോയുടെ ഇടയിൽ കൂടെ 2 ഇത് കാ തൂങ്ങിക്കിടക്കും. ഇത് എന്നതാ പോലും മാവാന്ന് തന്നെ നമുക്കൊരു ബോധമില്ല. എരമ്പിനിടെ നിന്നുകൊണ്ടേ. എന്നിട്ട് ഇത് എന്നെ കായാന്ന് അറിയാൻ വേണ്ടി ചെന്നപ്പോൾ ആ കുഞ്ഞുമാവ് പൂത്ത് 2 മാങ്ങ അത് കിടപ്പുണ്ട്. ഉണക്കമീൻ ഇരിപ്പില്ലേ, മീനും മാങ്ങയുടെ കറി വെച്ചാലോ സൂപ്പറായിരിക്കില്ലേ? അങ്ങനെ കറി വെക്കാം അല്ലേ. എന്തായാലും എനിക്ക് ആ മാവിനോട് ഭയങ്കര ബഹുമാനം തോന്നി. കാരണം ഉണ്ടല്ലോ, നമ്മൾ ഈ തഴഞ്ഞിട്ടേക്കുന്ന സാധനങ്ങൾ, അതല്ലാതെ നമ്മൾ വലിയ പരിഗണന കൊടുക്കുന്നതിനേക്കാളും ഒക്കെ ഗുണം കിട്ടുന്നത് നമ്മൾ പരിഗണന കൊടുക്കാണ്ട് ഒക്കെ ഉള്ളവർ അവരവരുടേതായ മര്യാദ കാണിക്കും കേട്ടോ.